അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്ന് കായ്പോള ഉണ്ടാക്കണ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ഇന്ന് കായ്പോളിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടു നോക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ക്ഷീണമുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലും പിന്നെ ഉണക്കമീൻ പൊരിച്ചതും അതേപോലെ തന്നെ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കി വെറുംചോറും വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാനൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ചായം കടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇന്ന് ഞാനൊന്ന് പുറത്ത് പോയിട്ടോ. പുറത്ത് പോയപ്പോൾ ഭയങ്കര ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ, പിന്നെ ഫുഡ് ഉണ്ടാക്കാനെന്നുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നോമ്പാകുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലും നല്ല ചൂടൊക്കെ അല്ലേ, അപ്പം പിന്നെ നമുക്കൊന്നിനൊരു മൂഡ് തോന്നൂല അല്ലേ. ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കാതെ വെക്കാനും തോന്നൂല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ സ്നാക്സാണ് കേട്ടോ ഇത്, ഈ കായ്പോള. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതപ്പോൾ 3 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെ ഒന്ന് ഉറുമ്പ് വല്ലാതെ ഉണ്ട് കേട്ടോ. ഈ ചോണൻ ഉറുമ്പുണ്ടല്ലോ, അത് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോണതാണ്. പിന്നെ നോമ്പല്ലേ, അപ്പോൾ പിന്നെ ഫുഡൊന്നും അധികം ഉണ്ടാക്കണമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നോമ്പും ഉണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പം ഈ ചോണനുറുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചത് എന്താ വെച്ചാൽ ഈ കർപ്പൂര ആണ് കേട്ടോ. ഒരു ഗുളിക പോലെ ഉണ്ടാവും, അത് വൈദ്യശാലയിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു 2-3 ഗുളിക അങ്ങനെ പുറത്തെടുത്ത് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഉറുമ്പ് താനെ പോയിക്കോളും. അപ്പോൾ പഴം നമുക്ക് ഇതേപോലെ നടുക കീറിയിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കായ്പോള ഉണ്ടാക്കാനൊക്കെ ഒരുവിധ ആൾക്കാർക്കും അറിയണത് റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണ്ടേ, അത് വിചാരിച്ചിട്ട് വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഒരു ഇതേപോലെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നല്ലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി പിന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടട്ടെ, പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും ആവണം, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കായ്പോളിൻ്റെ റെസിപ്പി ഇന്നിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇനി വർത്താനം പറഞ്ഞ് ഓവറാക്കണില്ല. ഞാനിതാ പഴമൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ പിന്നെ ഗ്യാസ്മേൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് കുറച്ച് പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. നെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ സാധാ ഓയിലോ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നെയ്യിലാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടെ ഹെൽത്തി ആവുന്നുള്ളൂ. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് കോരി മാറ്റിയാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുള്ളത്. ഇത് കയ്യിലില്ലെങ്കിലും നമുക്ക് കായ്പോള ഉണ്ടാക്കാം. പഴം പിന്നെ അതേപോലെ പാലും പിന്നെ പഞ്ചസാരയും പിന്നെ മുട്ട ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ പിന്നെ വറുത്തത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു നെയ്യൊക്കെ തന്നെ നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അതതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പഴം ഒന്ന് കുക്കായി വരുന്നത് വരെ പെട്ടെന്ന് വാടിക്കൊട്ടു കേട്ടോ പഴമൊക്കെ. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പം ഇതേപോലെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും ആവും. പിന്നെ അതേപോലെ ഓയിലൊന്നും അധികം വേണ്ടല്ലോ ഇതിന്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും പഴമൊക്കെ ആവുമ്പോൾ. അപ്പോൾ നമ്മളെ പഴം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇതാ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ചൂടാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ വേഗം ചൂടാറിക്കോളും. ഇപ്പോൾ പഴമൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3-4 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ. കുറച്ച് വലിയ മുട്ടയാണ്, അപ്പോൾ പിന്നെ 3 എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4 വേണമെങ്കിൽ 4 എടുക്കാം. മുട്ട കൂടുതൽ ചേർക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സ് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 3 മുട്ട ഉള്ളതിനെ അപ്പോൾ ഞാൻ 3 മുട്ട ചേർത്ത് കൊടുത്തു.
ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു 4 ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ കുരു എടുത്തിട്ട് ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മൾ സ്നാക്സിന് കേട്ടോ. പിന്നെ നല്ലോണം അതൊക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലും പഞ്ചസാരയും മുട്ടയും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചൂടോട് കൂടിയിട്ട് ചേർത്താൽ മുട്ടയൊക്കെ അല്ലേ, അപ്പോൾ അതിൽ കടന്നിട്ട് ആ മുട്ടയൊക്കെ വേവൊക്കെ ചെയ്യും. അപ്പോൾ ചൂടാറിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ബാറ്ററിൽ പഴമൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ വാട്ടിയെടുത്ത ആ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ പാന് നല്ലോണം കഴുകിയിട്ട് വീണ്ടും ഗ്യാസ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക. കുറേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗം അടി കരിയും കേട്ടോ. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ട് അതിൻ്റെ മേലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്താ പറയുക, ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ സ്നാക്സ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കുമ്പോൾ മേലെ ഭാഗം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് റെഡി ആയിക്കോട്ടു കേട്ടോ. ഈ ഒരു അടപ്പിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അത് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ടേന്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ആ അരികൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരുന്നല്ലോ അത് ഞാൻ അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് കൊടുത്തു. അടുപ്പിൻ്റെ മേലെ നല്ലൊരു വെയിറ്റും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കനൊക്കെ ചെല്ലുമ്പം ആവി പുറത്തേക്ക് പോവാതെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ നടുഭാഗത്തൊന്നും ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടി കരിഞ്ഞിക്കണോ എന്നൊരു പേടിയാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടി കരിഞ്ഞിക്കണോ, അടിത്തെ അവസ്ഥ എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടി കരിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കരിയെന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഈ പാനിൻ്റെ താഴെ ഒരു തട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനത്തെ പാൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ പാനൊന്നും പടിയിൽ വെച്ചിട്ടില്ല ഇനി, അപ്പോൾ അതുകൊണ്ട് ഇത് കരിയോ ഇല്ല എന്നൊക്കെ ബേജാറൊക്കെ മനസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഞാനിത് തിരിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പോൾ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വല്ലാതെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ആ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് അതിക്ക് തന്നെ ഒന്ന് ഇത് തട്ടി കൊടുത്തിട്ടുണ്ട്. ആ മേലെ ഭാഗമൊക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കുറേ നേരം തീ കത്തിച്ച് ഇതാക്കൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മേലെ വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറുത്ത് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കായ്പോള അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പഴം 3 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും അതേപോലെ 1/4 കപ്പ് പാലൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കുമ്പം ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും കൂടിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഇപ്പം ഒന്ന് കഴിക്കാൻ ജ്യൂസൊന്നുമില്ല കേട്ടോ, ലൈമാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇഫ്താർ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.